പണ്ട് നെഹ്റുവിന് കൊടുത്തയത്ര കോളമിന്റെ സ്പേസ് പല പത്രങ്ങളും കൊടുത്തിരുന്നില്ലത്രേ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ നമ്മുടെ എ കെ ഗോപാലന്. പ്രിന്റ് മീഡിയ അങ്ങനെ ഒരു തരംതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വ്യവസ്ഥാപിത വ്യവസായ താല്പര്യമുണ്ട് എന്ന് അനുമാനിക്കാം. എന്നാൽ 1990-കൾക്ക് ശേഷം വിഷ്വൽ മീഡിയ കടന്നു വന്നപ്പോഴും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സോഷ്യൽ മീഡിയ കടന്നു വന്നപ്പോഴും ഇതേ പരാതി തന്നെ CPM നമ്മളോട് പറയുന്നു. ഞങ്ങളെ കേൾക്കാൻ പുതിയ മാധ്യമങ്ങൾക്കോ പഴയ മാധ്യമങ്ങൾക്കോ ബൂർഷ്വാ മാധ്യമങ്ങൾക്കോ കഴിയുന്നില്ല. നമ്മൾ അന്വേഷിക്കുന്നു, CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ശ്രമങ്ങളെ ചെറുക്കാനും ഇടപെടലുകളെ മറച്ചുവെക്കാനും സംഘടിതമായ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ശ്രമമുണ്ടോ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ? ബുദ്ധനിൽ നിന്ന് ബുദ്ധദേവിലേക്ക് മാറിയപ്പോൾ സമൂഹവും രാഷ്ട്രീയവും ഒരുപാട് വെല്ലുവിളികൾ CPM-ന് മുന്നിൽ സമർപ്പിക്കുന്നില്ലേ? ചർച്ച ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇടത് പൊതുവെയും CPM പ്രത്യേകിച്ചും ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണമായും എടുത്താൽ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചായി കോർപ്പറേറ്റൈസേഷൻ ഓഫ് മീഡിയയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ CPM-ന് തന്ത്രങ്ങളില്ലേ? അല്ലെങ്കിൽ ഇടതിന് അല്ലെങ്കിൽ ബദൽ മാധ്യമ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്, അല്ലാതെ CPM നേരിടുന്ന വെല്ലുവിളി അല്ല എന്ന് പ്രൊഫസർ M. നാരായണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതേസമയം തന്നെ CPM-നെ കുറിച്ച് മാത്രമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ CPM ഇങ്ങനെ പത്രങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയോ ഒരു ഔദാര്യത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പാർട്ടിയല്ല താൻ. അതേ സമയം ഓരോ മാധ്യമങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും, ശ്രീ സജീവൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള താല്പര്യങ്ങളിൽ ഇപ്പോൾ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ടാവും. നേരത്തെ ഉമേഷ് ബാബു കേരളത്തിലെ തോട്ടം വ്യവസായികളുടെ കയ്യിൽ കുത്തകകൾ കൈയടക്കി വെച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ഏക്കറുകൾ ഭൂമിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇടതുപക്ഷ കാലത്ത് ചെങ്ങറ സമരം നടന്നത്. അപ്പോൾ ആ ഒരു സമരം അത് ആ ഭൂമി കയ്യേറിയിട്ട് പട്ടികജാതി പട്ടികവർഗത്തിലൊക്കെ പെടുന്ന ആൾക്കാർക്ക് ഭൂമി കൊടുക്കണം. ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 6000 ഏക്കർ ഭൂമി കയ്യേറിയിട്ടാണ് അവിടെ സമരം നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അത് ആദ്യത്തെ ഒരു വർഷത്തോളം ഒരു മലയാള പത്രവും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഓരോ പത്രത്തിനും അവരുടേതായ കാരണങ്ങളുണ്ട്. ഇപ്പം മനോരമയ്ക്ക് ഹാരിസൺ മലയാളവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടാകാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ദേശാഭിമാനിയുടെ കാരണം വേറെ ആയിരിക്കും. അപ്പോൾ ദേശാഭിമാനിയും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ CPM മാത്രം നേരിടുന്ന പ്രശ്നമല്ല ഈ ഒരു മാധ്യമങ്ങളുടെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് മാത്രമല്ല, അതേസമയം തന്നെ അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS ഇവരെ ഒരുമാതിരി കള്ളന്മാർ അവിടെ സ്ഥലം കയ്യേറിയാണ് എന്നുള്ള നിലയ്ക്കാണ് അതിന് നേരിട്ടത്. അപ്പോൾ ഇതുപോലെ പലതരത്തിൽ പല മാധ്യമങ്ങളും. എന്റെ ചോദ്യം നേരിട്ടിതായിരുന്നില്ല സുദീപ്. ചോദ്യം ഇതായിരുന്നു, CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അവർക്ക് അനുകൂലമായ വിധത്തിലോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലോ ഉള്ള പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അഥവാ രാഷ്ട്രീയമായ ആശയമായ വിനിമയം നടത്താൻ ഉള്ള ഒരു സാഹചര്യം ഈ മാധ്യമങ്ങൾ ഒരുക്കുന്നില്ല. അഥവാ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒന്ന് രൂപപ്പെട്ടാൽ അതിനെ വ്യാജമായി നിർമ്മിച്ച് അപകടപ്പെടുത്തുകയും ചെയ്യും. അത് ശരിയാണ്. പക്ഷേ അത് CPM മാത്രം നേരിടുന്ന പ്രശ്നമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ദളിത് സമരങ്ങളും. അപ്പോൾ കല്ലറ സുകുമാരൻ ഒരിക്കൽ പറയലുണ്ടായി, കല്ലറ സുകുമാരൻ കോട്ടയത്ത് ഒരു 10,000 പേരുടെ പ്രകടനം നടത്തിയാൽ കോട്ടയത്തോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു പത്രവും അത് പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് CPM-നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു കാര്യം കൂടി, ഈ സോഷ്യൽ മീഡിയ ഇവിടെ കടന്നു വരവോടുകൂടി ഈ വിമർശനത്തിന് ഇനി യാതൊരു പ്രസക്തിയും ഇല്ലാതായിട്ടില്ലേ? നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സംവിധാനം CPM അടക്കമുള്ള എല്ലാ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും വിരൽത്തുമ്പിലാണിപ്പോൾ. അത് ശരിയാണ്. പക്ഷേ എത്രത്തോളം ജനം കേരളത്തിൽ സോഷ്യൽ മീഡിയ വായിച്ചിട്ട് വാർത്തകൾ അറിയുന്നുണ്ട്? കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും പത്രം വായിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ. സോമശേഖരൻ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിച്ച് ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഭാഗത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് OV വിജയൻ ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല EMSന് വോട്ട് ചെയ്യാൻ പോയത്. മാധ്യമങ്ങളെ ഔദാര്യത്തിലല്ല പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും വളർന്നു വന്നിട്ടുള്ളത്. മുന്നോട്ട് പോകാൻ ഇനി അവരെ കുറ്റം പറയേണ്ടതുണ്ടോ? മാധ്യമ വിമർശനം തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാധ്യമം മൂലധനത്തിൻ്റെ താല്പര്യത്തിന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതൊരു വിഷയം അവിടെ വെക്കുക. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചർച്ചയിൽ ഒരു വലിയ പ്രശ്നം നമ്മൾ കാണണം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, UP-യിലൊക്കെ ബലാത്സംഗം നടക്കുന്നു, ഹരിയാനയിൽ നടക്കുന്നൊക്കെ. ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത് ഈ മാധ്യമത്തിന് 2 വശമുണ്ട്. അത് നമ്മൾ മറന്നു പോരുത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത, നേരത്തെ ബൂത്ത് ക്യാപ്ചറിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, വോട്ട് ചെയ്യലുണ്ടായിരുന്നു. ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന 70കളുടെ കാലത്തൊന്നും ബീഹാറിലൊന്നും വോട്ടില്ല.
ബൂത്ത് നേരിട്ട് ഒന്നിച്ച് കൊണ്ടുപോയ കൊള്ളക്കാർ മുഴുവൻ ചന്ദ്രശേഖരൻ എന്ന പ്രധാനമന്ത്രിയുടെ സൈഡിൽ ഒരു ഫോട്ടോയിൽ സ്ഥിരം ഒരാൾ വരും, അയാളുടെ പേരിനോട് മറന്നുപോയി. അയാൾ UP അറിയപ്പെടുന്ന ഒരു കൊള്ളക്കാരനാണ്. ഈ കൊള്ളക്കാരൻ്റെ ആവശ്യം എന്താ പറഞ്ഞാൽ ബൂത്ത് ക്യാപ്ചർ ചെയ്യണം, അവർ വേണം. ഇതായിരുന്നു 70s അവസ്ഥ. പക്ഷേ ഇന്ന് ഈ മാറ്റം ഉണ്ടായാലും നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു റോളുണ്ട്. ഓപ്പൺ ചെയ്തു. ഇന്ത്യയുടെ എല്ലാ ഒന്നുമില്ലെങ്കിൽ ടെലിവിഷൻ കാണുന്ന ആളുകൾ CPM-നെ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അതെ, അതിൽ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം പഴയ തരത്തിലുള്ള രാഷ്ട്രീയം, ഇതിലിപ്പോൾ പരിപ്പുവടയുടെ കാലമല്ല എന്നുള്ളത് പരിപ്പുവടയുടെ കാര്യത്തിൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ. നാരായണ മാഷ് നേരത്തെ പറഞ്ഞു, ലോകം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തിനനുസരിച്ച് സ്വയം മാറണം. മറ്റുള്ളവരെ കുറ്റം പറയണം, വിമർശിക്കുകയൊക്കെ വേണം, മാധ്യമ വിമർശനമൊക്കെ വേണം. പക്ഷെ അതാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണം എന്ന് പറയാൻ നമ്മൾ നേരത്തെ ദേശീയ മാധ്യമത്തിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന്റെ അവസ്ഥയിലേക്ക് വന്നാൽ നമ്മൾ പേരെടുത്ത് തന്നെ പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാര 2 പത്രങ്ങൾ അവർ സ്വീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ സ്വാഭാവികമായും വായനക്കാരെ സ്വാധീനിക്കുമെന്നാണ് പല ഗവേഷണങ്ങളുടെയും പല തീസിസുകളുടെയും ഫലങ്ങൾ. അങ്ങനെ വന്നാൽ ചാനലുകളും വ്യത്യസ്തമല്ല, സംശയമില്ല. ഞാനത് പറഞ്ഞു, ഈ റഷ്യൻ വിപ്ലവം നടന്നത് മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല. ചൈനീസ് വിപ്ലവം നടന്ന മാധ്യമ പിന്തുണ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മാധ്യമങ്ങൾ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിരുന്നു. കാരണം മൂലധനാധിപത്യത്തിനെതിരെ സമരം ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു സിമ്പിൾ എല്ലാവർക്കും അറിയുന്ന ലളിത സത്യമാണ്. അപ്പോൾ അത് അങ്ങനെയാണ്. അത് എല്ലാ കാലത്തും എല്ലാവർക്കും അറിയാവുന്ന ഈ തത്വം വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഈ വസ്തുതയെ ഞാൻ നിരാകരിക്കല്ല. ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കോ ആർക്കും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി ഈ സോമശേഖരൻ പറഞ്ഞതിനെ കുറിച്ച് ചേർത്ത് ഒരു കാര്യം പറയണം. ഈ കഴിഞ്ഞ 25 വർഷത്തെ ആഗോളീകരണം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലൊക്കെ വളരെ പ്രകടമാണ്. മുഴുവൻ മനുഷ്യരും CPM നേതാക്കളും കേഡറുകളും ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരും സംരംഭകത്വ യുക്തികൾക്ക് പുറത്ത് ജീവിതം മെനഞ്ഞെടുക്കുന്ന ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ വിപ്ലവം ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ജീവിതത്തോടുള്ള സമീപനത്തിൽ മുഴുവൻ മനുഷ്യരും വളരെ കരിയറിസ്റ്റിക്കായി തീരുകയും ഈ പറയുന്ന ജീവിതത്തോടുള്ള സമീപനം സംരംഭകരുടെ സമീപനമായി തീരുന്നൊരു മാറ്റമുണ്ട്. അതിൻ്റെ ഒരു അരാഷ്ട്രീയവൽക്കരണം കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രിമൈസിൽ ഈ മാധ്യമങ്ങൾക്ക് വന്നിട്ടുള്ളൊരു വലിയ മാറ്റം നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ ഇരുട്ടിത്തപ്പും. എന്താ മാറ്റം ചോദിച്ചാൽ സാമൂഹ്യശാസ്ത്രപരമായ വലിയ പഠനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോകത്തെ മാധ്യമങ്ങൾ മുഴുവനും ഈ അരാഷ്ട്രീയമായി വൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒത്ത നടുവിലെ ഒരു പ്രതിപക്ഷ സാന്നിധ്യമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നെതായിയിൽ കൂട്ടക്കൊല ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ബുദ്ധദേവ് ഭട്ടാചാര്യക്കെതിരാണ്. കാരണം അങ്ങനെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അഖിലേഷ് യാദവിൻ്റെ നാട്ടിൽ 2 കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുമ്പോൾ അത് ഈ പറയുന്ന കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും ആ വാർത്ത എത്തുന്നത് മാധ്യമങ്ങളുടെ ഒരു മാറിയ റോളുണ്ട്. അതുകൊണ്ടാണ് ടെലിവിഷൻ ചാനൽ ഈ ചർച്ച നടത്തുന്നത്. പഴയ കാലത്താണ് ഇങ്ങനൊരു ചർച്ചയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ സമ്പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പൊതുമണ്ഡലത്തിൻ്റെ നടുവിലെ ഒരു പ്രതിപക്ഷ സാന്നിധ്യമായിട്ടല്ലാതെ ആ ഒരു ഉള്ളടക്കത്തിൽ കൂടിയല്ലാതെ സമ്പൂർണ്ണമായൊരു കോർപ്പറേറ്റ് അജണ്ടയായിട്ട് ഒരു മാധ്യമത്തിൽ നിൽക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് പത്രലോകത്തെ എടുത്താൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് 1 മാസമായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ നിരന്തരമായി നരേന്ദ്രമോദി പ്രതിഭാസത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഇപ്പോൾ ബോധിലാറിൻ്റെയൊക്കെ ആശയങ്ങൾ നേരത്തെ നാരായണ മാഷ് പറഞ്ഞ ശരിയായിട്ടുള്ള ബോധിലാറിന് സിമിലാക്രം പോലുള്ള ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ഹോളോഗ്രാമാണ് എന്നുപോലുള്ള വിമർശനങ്ങളും പഠനങ്ങളും ഉത്തരേന്ത്യയിലെ കോർപ്പറേറ്റ് പത്രങ്ങളിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സവിശേഷമായ മാറിത്തീർന്ന മാധ്യമ സാഹചര്യം കാണണം നമ്മൾ. തലക്കെട്ടുകൾ പിടിച്ചടക്കാൻ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന കാലം വരുമായിരിക്കും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷം ആത്മവിമർശനത്തിന് ഒരുങ്ങുകയാണ്. വിശിഷ്യ CPI മാറുന്ന കാലത്തിന് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സാന്നിധ്യം ആവശ്യമാണ് താനും. എങ്ങനെ മാറും പാർട്ടി? ഇടതുപക്ഷത്തിന് ഇടമുണ്ട്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച കാണാം. അതുവരെ നന്ദി, ശുഭരാത്രി, സുന്ദര. Thank you.